الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصليه جهنم وساءت مصيرا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഐഹിക ജീവിതത്തിലുടനീളം പരമകാരുണികനായ സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുകയും അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുകയും ചെയ്യാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കണം എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. കാലാകാലങ്ങളിൽ കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതാതു കാലഘട്ടത്തിലെ സമൂഹങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ഏതൊരു കാലഘട്ടത്തിൽ കടന്നു വന്ന കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നാലും ആ പ്രവാചകന്മാർക്ക് പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം സ്വതന്ത്രാധികാരത്തോടു കൂടി ഉണ്ടാക്കുവാൻ പാടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പൂർത്തീകരണ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചിട്ടുള്ള പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ പരിശുദ്ധ ദീനിനെ അല്ലാഹു പൂർത്തീകരിക്കുകയുണ്ടായി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വചനത്തിലൂടെയായിരുന്നു അത്. ഈ വചനത്തിൻ്റെ വിശദീകരണമായി കൊണ്ട് ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന വിശദീകരണം ബയ്യനത്ത് ലക്കും ബിവഹ്യി അലാ ലിസാനി റസൂലി അലാ ജമീഇ മാ ബിക്കുമുൽ ഹാജത്തു ഇലൈഹി മിൻ അംരി ദീനിക്കും ഫലാ സിയാദത ഫീഹി ബഅദ ഹാദൽ യൗം എന്നാണ്. ഈ വചനത്തിൻ്റെ താല്പര്യം എൻ്റെ പ്രവാചകൻ്റെ നാവിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുമുള്ള സകലമാന കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നും
ആ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം പിന്നീടൊരു കാര്യവും തന്നെ അതിലേക്ക് കടത്തിക്കൂട്ടുവാൻ പാടില്ല എന്നുമാണ് അതിൻ്റെ വിശദീകരണം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ തിരുവചനത്തിലൂടെ ഈ കാര്യം ഓർമ്മപ്പെടുത്തി. മാ മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുക്കും അനിന്നാർ ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബിഹി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏതൊരു കാര്യമാണോ മതപരമായി നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അഥവാ പ്രവാചകന്റെ വഫാത്തോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു നിറഞ്ഞ പാത്രമായി സ്വർഗപ്രവേശനത്തിന് അനുകൂലമായതും നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ആവശ്യമായതുമായിട്ടുള്ള സകലമാന നിർദ്ദേശങ്ങളും നിയമങ്ങളും അടങ്ങിയ ഒരു നിറകുടമായി മാറി എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ പ്രവാചകൻ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിലൂടെ, അള്ളാഹുവിൻ്റെ വചനത്തിലൂടെ പ്രവാചകനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും ഈ മതത്തിൽ പറയുന്നില്ല. എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം, ഇഷ്ടപ്രകാരം ഒന്നും ഞാൻ ഈ മതത്തിൽ പറയുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഞാൻ പറയുന്ന മതപരമായ സകലമാന കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോഴാണ് അത് മതമാകുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ പോലും ഒന്നും പറയുന്നില്ല എന്ന്. ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഖിബില മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആദ്യം മസ്ജിദുൽ ഹറാം ആയിരുന്നില്ല ഖിബില, ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയായിരുന്നു. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബില മാറിക്കിട്ടണം എന്ന് പ്രവാചകന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പ്രമുഖരായ സ്വഹാബികളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ മസ്ജിദുൽ അഖ്സയേക്കാൾ അവർക്ക് ബന്ധമുള്ളത് ഈ മസ്ജിദുൽ ഹറാമാണല്ലോ. എന്നാൽ ഈ ആഗ്രഹം നബിക്കും സ്വഹാബത്തിനും ഉണ്ടായിട്ട് പ്രവാചകൻ പിന്നെ എന്തിന് കാത്തു നിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല. ഈ ആഗ്രഹവും മനസ്സിൽ താലോലിച്ചുകൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വചനമിറക്കി, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. താങ്കൾ താങ്കളുടെ മുഖത്തെ ആകാശത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ താലോലിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇനി നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിഞ്ഞുകൊള്ളൂ. ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം ഇറങ്ങിയതിന് ശേഷമാണ് പ്രവാചകന് ഇഷ്ടമുള്ള കാര്യമായിട്ട് പോലും പ്രവാചകൻ അക്കാര്യം നടപ്പിലാക്കിയത്. എന്തുകൊണ്ടാണത്? അള്ളാഹുവിൻ്റെ അംഗീകാരം ലഭിക്കാതെ ഒരു കാര്യം ദീനിൽ നടപ്പാക്കാൻ പ്രവാചകന് പോലും അധികാരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം, അത് ജാഹിലിയത്തിൽ അവർ വളരെ അർദ്ധനഗ്നകളായി നടക്കുന്ന രൂപത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഒക്കെ ചെന്നുകൊണ്ട് പറഞ്ഞു, അവർക്ക് ഒരു വസ്ത്ര നിയമം ഉണ്ടാക്കണം, ഒരു ഹിജാബ് അവർക്കുണ്ടാക്കണം, അല്ലെങ്കിൽ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞു. പ്രവാചകനും അതിന് താല്പര്യമുണ്ട്. പക്ഷേ പ്രവാചകൻ അങ്ങനെ ഒരു നിയമം പ്രവാചകന്റെ വകയാക്കി ഉണ്ടാക്കിയില്ല. പിന്നീട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ വചനമിറങ്ങി, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. അങ്ങനെ അവരുടെ വസ്ത്രധാരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്ത്രധാരണ നിയമം ഇറങ്ങിയതിന് ശേഷമാണ് പ്രവാചകൻ അത് നിയമമാക്കിയത്. അതുവരെ പ്രവാചകൻ അത് പറഞ്ഞില്ല. ആ രൂപത്തിൽ വളരെ കൃത്യമായി കണിശമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഈ ദീനിനെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു മാറ്റുവാനോ അതിലേക്ക് വല്ലതുമൊന്ന് കടത്തിക്കൂട്ടുവാനോ
ലോകാവസാനം വരെയുള്ള എത്ര വലിയ മനുഷ്യരായിരുന്നാലും ആളുകളായിരുന്നാലും അവർക്കാർക്കും അധികാരവും അവകാശവുമില്ല. അതിനാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മൾ ചെയ്യാത്ത ഒരു പ്രവർത്തനം, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം, ആ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞ് ആര് കൊണ്ടുവന്നാലും ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ നിർദ്ദേശമില്ലാത്ത, കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരു തന്നെ കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാകുന്നു. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുപോലെ പ്രവാചകന്റെ മറ്റൊരു തിരുവചനം, എന്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ഒരുപാട് സംഘടനകളായി, ഒരുപാട് വിഭാഗങ്ങളായി, ഒരുപാട് ചിന്താ പ്രസ്ഥാനങ്ങളായി ജീവിക്കുന്ന സമയത്ത് സമൂഹത്തിൽ കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, വിശ്വാസങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അവിടെ എന്താ ചെയ്യേണ്ടത്? പരസ്പരം തല്ലി കീറുകയാണോ വേണ്ടത്? പരസ്പരം പോരടിക്കുകയാണോ വേണ്ടത്? പരസ്പരം അകന്നു നിൽക്കുകയാണോ വേണ്ടത്? അല്ല. പ്രവാചകൻ അങ്ങനെ ഉണ്ടാവുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അതിന് പരിഹാരം എന്താണ് എന്നും പഠിപ്പിച്ചു. ആ പ്രവാചകൻ പറഞ്ഞത്, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ. അങ്ങനെയുണ്ടാകുന്ന അവസ്ഥയിൽ ആ വിഷയത്തിൽ ഞാൻ എന്തു ചെയ്തു എന്ന് നിങ്ങൾ പരിശോധിക്കുക. എൻ്റെ ചര്യ എന്താണെന്ന് നിങ്ങൾ നോക്കുക. അവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ സഹാബത്ത് എന്താണ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന് നിങ്ങൾ നോക്കുക. അതായിരിക്കും ആ വിഷയത്തിൽ ശരി. എൻ്റെ നാടെങ്ങനെയാണ്, എൻ്റെ മഹല്ലെങ്ങനെയാണ്, എൻ്റെ കാരണവന്മാരെങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ്, എൻ്റെ കുടുംബം എങ്ങനെയാണ് എന്നത് ഒരു ദീനീപരമായ വിഷയത്തിന് ഉത്തരമല്ല. മറിച്ച് അവിടെ ഉത്തരമായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഞാൻ എന്തു ചെയ്തു, എൻ്റെ സ്വഹാബത്ത് എന്ത് ചെയ്തു, അതാണ് ആ വിഷയത്തിന്റെ പരിഹാരമായിക്കൊണ്ട്, സംശയത്തിനുള്ള മറുപടിയായിക്കൊണ്ട് നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഈ ആമുഖം മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് ദീൻ, എന്താണ് ദീൻ അല്ലാത്തത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുക എന്ന പേരിൽ, ആ പ്രവാചക ജന്മദിനം ആഘോഷിക്കുക എന്ന പേരിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ചില ആളുകൾ പ്രത്യേകമായ ചില ആഘോഷങ്ങളും രീതികളുമെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ മാനം? നാം ഈ പറഞ്ഞ മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ട് അതൊരു അളവുകോലാണ്, പ്രവാചകൻ പഠിപ്പിച്ച ഒരു അളവുകോൽ. ഈ അളവുകോൽ വെച്ച് അളന്നാൽ ഏതാണ് ദീൻ, ഏതാണ് ദീൻ അല്ലാത്തത്, ഏതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, ഏതാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തത്, ഏതാണ് ഇസ്ലാമിൻ്റെ ഭൂമികയിൽ വരുന്നത്, ഏതാണ് ഇസ്ലാമിൻ്റെ ഭൂമികയിൽ വരാത്തത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ അളവുകോൽ വെച്ചുകൊണ്ട് അളന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ടോ? ഉണ്ടെന്ന കാര്യത്തിൽ ലോകത്തൊരു മുസ്ലിമിനും സംശയമില്ല. അത്ര ഉറപ്പായ കാര്യമാണെന്ന് മാത്രമല്ല, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ഒരു വേള ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നത് കട്ടായമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ അള്ളാഹിനെ മാത്രം, ഖുർആൻ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, അള്ളാഹിന്റെ റസൂലിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാർ പറഞ്ഞാൽ, ആ പ്രവാചകനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞുവല്ല പ്രവാചകനെ, അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എന്നേക്കാൾ, എന്നെ കഴിച്ച് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് പ്രവാചകനെ. അപ്പോ റസൂലുള്ള പറഞ്ഞു, നീ മുസ്ലിം ആയിട്ടില്ല ഉമറെ, നിന്നേക്കാളും അധികം എന്നെ ഇഷ്ടപ്പെട്ടാലേ നീ മുസ്ലിം ആവുകയുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ എൻ്റെ ജീവനേക്കാളും ശരീരത്തെക്കാളും അധികം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു പ്രവാചകരെ എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ പറഞ്ഞു, അൽ ആനയ ഉമർ, ഉമറെ ഇപ്പോഴാണ് നീ ശരിക്കും മുസ്ലിമായത്. കാരണം ഒരാൾ, ഒരു വിശ്വാസി, അവനേക്കാൾ അധികമായി കൊണ്ട് അവൻ
പ്രവാചകനെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും അത് പറഞ്ഞു. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സൂറത്തു അഹ്സാബിലൂടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേക്കാളും അധികം അവന്റെ ബന്ധമുള്ളത് പ്രവാചകനോടാണ്. അപ്പോ ഈ കാര്യത്തിൽ ലോകത്തൊരു മുസ്ലിമിന് സംശയമില്ല. അള്ളാഹിന്റെ പ്രവാചകനെ സ്നേഹിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ. പിന്നെ എന്ത് കാര്യത്തിലാണ് വിഷയം? സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി കടന്നു വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരാണ് നാട്ടിലുള്ളത്. അള്ളയുണ്ടെന്ന് പറയുന്നവരാണ്, മരണമുണ്ടെന്ന് പറയുന്നവരാണ്, സ്വർഗ നരകങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരാണ് അന്നാട്ടിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ സ്നേഹിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുഹമ്മദ് നബിയും സ്നേഹിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗമാണ്. അവരെന്ത് ചെയ്തു? ആ സ്നേഹത്തിന്റെ പ്രകടനം അവർ കഅബാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പ്രതിബിംബത്തിന്റെ മുമ്പിൽ, ബിംബങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ സ്നേഹിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് ആ ബിംബങ്ങളെ മക്കം ഫത്തഹിന്റെ സമയത്ത് ആ ബിംബങ്ങളെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് അതല്ല മാർഗം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച പടച്ചവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ സ്നേഹിച്ചു. അപ്പൊ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നമുക്കെന്നും നബിദിനമാവണം, നമുക്കെന്നും നബിദിനമാകണം. കാരണം എന്താ? നബിയെ സ്നേഹിക്കുന്ന ഒരാൾ, മുത്ത് റസൂലിനെ സ്നേഹിക്കുന്ന ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന ചൊല്ലി മാത്രമേ അവൻ എഴുന്നേൽക്കൂ. അത് റബീഉൽ അവ്വൽ മാത്രമല്ല, 12 മാസങ്ങളിലും അങ്ങനെയാണ്. ഓരോ പ്രഭാതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭാഗ്യം നൽകിയാൽ അവൻ ഉണരുന്നത് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അത് മുത്തുനബിയെ സ്നേഹിക്കലാണ്. അതാണ് മുത്തുനബിയോടുള്ള സ്നേഹം. അവൻ അതിനുശേഷം അവൻ ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ വേണ്ടി പോയാൽ മുത്തുനബിയെ സ്നേഹിക്കലാണ്. കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മിസ്വാക്ക് ചെയ്യുന്നത് ഏറ്റവും പുണ്യമായ കാര്യമാണ്. എൻ്റെ സമുദായത്തിന് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഒന്നു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുക. അത്രക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരാൾ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ മുത്തുനബിയെ സ്നേഹിക്കലാണ്. ആ ഭാര്യ ചായയുമായി വന്നു, അത് വലത് കൈ കൊണ്ട് കുടിക്കൽ മുത്തുനബിയെ സ്നേഹിക്കലാണ്. കാരണം മുത്തുനബി പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ കുടിക്കുമ്പോ ബിസ്മി ചൊല്ലൽ സ്നേഹിക്കലാണ്. അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയൽ സ്നേഹിക്കലാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇടത്തേക്കാല് വെച്ച് കയറൽ പ്രവാചകനെ സ്നേഹിക്കലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന പ്രാർത്ഥന ചൊല്ലൽ പ്രവാചകനെ സ്നേഹിക്കലാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാൽ വെച്ചുകൊണ്ട് ഇറങ്ങൽ പ്രവാചകനെ സ്നേഹിക്കലാണ്. പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രവാചകനെ സ്നേഹിക്കലാണ്. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലൽ പ്രവാചകനെ സ്നേഹിക്കലാണ്. എന്തിനേറെ നാം പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് വഴിയിലൊരു ഉപദ്രവമുണ്ട്. ആ ഉപദ്രവം ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക എന്ന ആ ചിന്ത അതുവരെ പ്രവാചകനെ സ്നേഹിക്കണം. അപ്പൊ എന്താ പ്രവാചകനുള്ള സ്നേഹം? നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെയും വൈകുന്നേരമായി നേരം പുലരുന്നത് വരെയും തൻ്റെ ജീവിതത്തിൽ ഇസ്ലാമായി ജീവിക്കുക. പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതാണ് പ്രവാചകനുള്ള സ്നേഹം. അത് ഒരു ദിവസത്തിലുണ്ടാവേണ്ടതല്ല, ഒരു മാസത്തിലുണ്ടാവേണ്ടതല്ല, എല്ലാ ദിവസങ്ങളിലും അവന്റെ ഓർമ്മയുള്ള മുഴുവൻ സമയങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. ഇങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മുത്തുനബി പറഞ്ഞ തിരുവചനമാണ്. മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്തിനെ ആരാണോ ഇഷ്ടപ്പെട്ടത്, ഫഖദ് അഹബ്ബനി, അവനാകുന്നു എന്നെ ഇഷ്ടപ്പെട്ടത്. വമൻ അഹബ്ബനി, അങ്ങനെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടവനാരോ, വകാന മഈ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണ്. മുത്തുനബി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ മുത്തുനബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് തൻ്റെ തിരുവായ കൊണ്ട് പറഞ്ഞിട്ടുള്ള തിരുവചനം ഇമാം ബുഖാരിയും മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ആ പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ജന്മദിനം ആഘോഷം എന്ന് പറയുന്ന രൂപത്തിൽ നടക്കുന്നതോ,
നാം നേരത്തെ പറഞ്ഞ അളവുകോൽ വെച്ചുകൊണ്ടുമാണ് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ആ ജന്മദിനം ആഘോഷിച്ചിരിക്കണം. അങ്ങനെ റസൂലുള്ള ആഘോഷിച്ചിട്ടുണ്ടോ? പ്രവാചകനായതിനു ശേഷം 23 കൊല്ലക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ആഘോഷം നടത്തിയെന്ന് ആരും അവകാശപ്പെടുന്നു പോലുമില്ല. ഈ ആഘോഷിക്കുന്ന സഹോദരങ്ങൾ പോലും മുത്തുനബി ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചു എന്ന് പറയുന്നില്ല. അപ്പോൾ റസൂലിന്റെ സുന്നത്തിൽ ഈ റബീഉൽ അവ്വൽ മാസമോ പ്രത്യേക ദിവസമോ ആഘോഷിച്ചു എന്ന് ആഘോഷിക്കുന്ന ആളുകൾ പോലും അവകാശപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് ദീനിൽ പുണ്യകരമായി തീരുക? റസൂൽ ചെയ്തിട്ടില്ല, പ്രവാചകന്റെ സുന്നത്ത് കഴിഞ്ഞ് റസൂൽ ചെയ്തിട്ടില്ലെങ്കിലോ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി എന്നതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ ചെയ്യുക, പറയുക, അംഗീകരിക്കുക, ഇതൊക്കെ സുന്നത്തിന്റെ പരിധിയിൽ വരും. അതിലെവിടെയെങ്കിലും വരണം, അവിടെ ഒന്നും വന്നിട്ടില്ല. ഇനി പ്രവാചകന്റെ കാലശേഷം സ്വഹാബത്തിനെയാണല്ലോ പരിശോധിക്കേണ്ടത്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദർശബന്ധം മാത്രമല്ല ഉള്ളത്, കുടുംബ ബന്ധമുണ്ട്. മകൾ ആയിഷ ബീബി പ്രവാചകന്റെ പത്നിമാരിൽ ഒരാളാണ്, വിശ്വാസികളുടെ മാതാവാണ്. ഈ ആദർശബന്ധവും കുടുംബ ബന്ധവും ഉണ്ടായിട്ട് 2 വർഷക്കാലം ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. അതിനുശേഷം ഭരണം നടത്തിയിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ആദർശബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്. തന്റെ മകൾ ഹഫ്സ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ പത്നിമാരിൽ ഒരാളാണ്. അപ്പൊ ആദർശബന്ധവും കുടുംബ ബന്ധവും ഉണ്ടായിട്ടും 10 വർഷം ഭരണം നടത്തിയിട്ടും ഈ 10 വർഷക്കാലത്തിനിടക്കും ഇങ്ങനെ ഒരു ജന്മദിനാഘോഷത്തിന്റെ റബീഉൽ അവ്വൽ മാസത്തിനോ അതിലേതെങ്കിലും ഒരു പ്രത്യേക ദിനത്തിനോ ഒരു പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. അതിനുശേഷം ഭരണമേറ്റെടുത്തത് 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുന്നൂറൈനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യം റുഖിയ്യ ബീവിയുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ. അതുകൊണ്ട് പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ചത് കൊണ്ട് 2 കണ്ണിൻ പ്രകാശത്തിന്റെ ഉടമ എന്ന് പറഞ്ഞ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും 13 കൊല്ലം ഭരണം നടത്തി. ഒരു ആഘോഷവും ആചാരവും റബീഉൽ അവ്വൽ ഉണ്ടായിട്ടില്ല. 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പൊന്നോമന പുത്രിയെ വിവാഹം കഴിച്ചിട്ടുള്ള ആ ബന്ധവും കൂടിയുണ്ട്. എന്നിട്ട് കൂടി 5 വർഷം ഭരണം നടത്തി, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ ദീൻ എന്ന് പറഞ്ഞാൽ? റബീഉൽ അവ്വൽ മാസം അവർക്കൊക്കെ സാധാരണ മാസങ്ങളെ പോലെ കടന്നുപോയി. അവിടെ പ്രത്യേകിച്ചുള്ള ആചാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. അവർ ആ രൂപത്തിൽ തന്നെ അത്തരത്തിലുള്ള ദിവസങ്ങളായി കടന്നുപോയി. അനസ് റളിയല്ലാഹു അൻഹു തന്റെ വാക്കുകളിലൂടെ പറയുന്നു, ഷഹിദ്തുഹു യൗമ ദഖലൽ മദീന, ഞാൻ മദീനയിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള ആ ദിവസമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമേറിയ ദിവസം. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, വശഹിദ്തുഹു യൗമ മൗതിഹി, ആ പ്രവാചകന്റെ മരണത്തിനും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അതെന്നാ റബീഉൽ അവ്വൽ 12-ന്. റബീഉൽ അവ്വൽ 12-ന് പ്രവാചകൻ വഫാത്തായത്. പ്രവാചകൻ ജനിച്ചതെന്നാ റബീഉൽ അവ്വലിലാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. ദിവസത്തിന്റെ കാര്യത്തിൽ ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട്. 12-നാണെന്നല്ല, 9 ആണ്, 6 ആണ്, 3 ആണ്, പല ദിവസങ്ങളാണ് എന്ന അഭിപ്രായ വ്യത്യാസം ചരിത്രകാരന്മാരിൽ ഉടനീളമുണ്ട്. എന്നാൽ മരിച്ചതെന്ന ഒറ്റ അഭിപ്രായമുള്ളൂ, റബീഉൽ അവ്വൽ 12. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിലെ ജനങ്ങൾ, ആ മദീനയിലുള്ള മുത്തുനബിയുടെ അനുയായികൾ, സ്വഹാബത്തെ കിറാം, ഫമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അളമ മിൻ മൗത്തിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിവസത്തേക്കാൾ, അഥവാ റബീഉൽ അവ്വൽ 12 എന്ന ദിവസം അവർക്ക് ഏറ്റവും ദുഃഖപൂരിതമായ ദിവസമായിരുന്നു, പ്രയാസമേറിയ ദിവസമായിരുന്നു. കാരണം മുത്തുനബി അവരോട് വിട പറഞ്ഞു ആ ദിവസമാണ്. അത്രത്തോളം അവർക്ക് പ്രയാസമേറിയ മറ്റൊരു ദിവസവും കണ്ടിട്ടില്ല എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ചരിത്രത്തിലില്ല, സ്വഹാബാ കിറാമിൽ ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രത്തിലില്ല, ലക്ഷക്കണക്കായ സ്വഹാബികളുടെ ചരിത്രത്തിലില്ല. ഇനി നമ്മൾ പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമുകളില്ലേ,
ഇമാം ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്, ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല. കാരണം എന്താ? അവർ ജീവിക്കുന്ന കാലത്ത് ഇങ്ങനൊരു സംഭവമല്ല. അതുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊരു ജന്മദിനാഘോഷം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല. ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന നബാത്തി ഖുതുബ, അറബിയിൽ ഖുതുബയോതുന്ന പള്ളികളിൽ ഓതുന്ന ഖുതുബ, ആ ഖുതുബയിൽ ഈ റബിയുൽ അവ്വൽ മാസത്തിൽ കടന്നു വരുന്ന ഖുതുബകളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ആദരവോടുകൂടി നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, റബിയുൽ അവ്വലിലുള്ള നബാത്തി ഖുതുബയിലെ വിഷയം എന്താ? നബിയുടെ ജന്മദിനത്തെ കുറിച്ചാണോ? അത്രയും മഹാനായ പണ്ഡിതന്റെ ഖുതുബയായത് കൊണ്ടാണല്ലോ നാം നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ബഹുമാന്യരായ ഉസ്താദുമാർ അത് ചൊല്ലുന്നത്. അതിലുള്ള പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായും അവർ മറുപടി പറയും, നബിയുടെ മരണത്തെക്കുറിച്ചാണ് അതിൽ 2-3 ഖുതുബകൾ. റബിയുൽ അവ്വലിലെ നബാത്തി ഖുതുബയിലെ 2-3 ഖുതുബകൾ പ്രവാചകന്റെ മരണത്തെക്കുറിച്ച്. അത് വലിയൊരു വിഷയമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ. മാസങ്ങളോളം പറയാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് ഗുണപാഠങ്ങളുള്ള വിഷയമാണ്. അതാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ നബാത്തി ഖുതുബയിൽ പോലുമില്ല. പുണ്യകരമായ മാസം ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, മദ്രസയിൽ പോണ കുട്ടിക്ക് വരെ അറിയാം ഈ മാസത്തിലും റബിയുൽ അവ്വൽ മാസം ഇല്ല. ഈ 4 മാസമാണ് പുണ്യമാസം. അതിന് പുറമെയുള്ള അള്ളാഹ് മഹത്വം കൽപ്പിച്ചുള്ള മാസമുണ്ട് റമളാൻ മാസം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുപോലെ വേറെ ദിവസമുണ്ട്, ദിനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള തെളിവുകളുമുണ്ട്. എന്നാൽ ഈ വിഷയത്തിന് ആ പുണ്യമാസങ്ങളിലുള്ള ദിവസങ്ങളുമില്ല. അപ്പോ ഇസ്ലാം പറഞ്ഞ അളവുകോൽ വെച്ച് അളന്നാൽ ആ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഈ ആഘോഷം എന്ന് പറയുന്നത്. പിന്നെ എന്നാണ് ഇതുണ്ടായത്? പ്രവാചകന്റെ കാലശേഷം 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം എന്നാണ് പ്രബലമായ അഭിപ്രായം. അവിടെ ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇയാനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ വഅവ്വലു മൻ ഹദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ ബിസാഹിബി ഹിർബൽ എന്നാണ്. ഹിർബൽ ഭരിച്ചിരുന്ന മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലം കഴിഞ്ഞ് 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായത് എന്ന്. അത് ദീനിൽ തെളിവാകുമോ? അദ്ദേഹം തന്നെ ഷിയാ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളാണ് ഈ മുളഫർ രാജാവ്. അത് ദീനിൽ തെളിവാവുകയില്ല. ഇമാം സുയൂത്തി തന്റെ അൽ ഹവാലിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫാക്കിഹാനിയോട് ഒരാൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായി കൊണ്ട് പറയുന്നു. ഫാക്കിഹാനിയോട് ഒരാൾ ചോദിച്ചു, എന്താ ജന്മദിനാഘോഷത്തിന്റെ ഇസ്ലാമിക വിധി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇമാം സുയൂത്തി തന്റെ അൽ ഹവാലിൽ ഫത്താവ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന വലാ യുൻഖലു അൻ അഹദിൻ മിനൽ ഉലമാഇൽ അഇമ്മ الذين هم القدوة في الدين بآثار المتقدمين بل هو بدعة منكرة ضلالة أحدثها البكالون واللكالون وأصحاب البدع المحدثات എന്നാണ്. ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിലോ സുന്നത്തിലോ ഇതിനടിസ്ഥാനമായിട്ട് യാതൊന്നും ഞാൻ കാണുന്നില്ല, തെളിവ് കാണുന്നില്ല. ഇത് തൽപര കക്ഷികൾ ഉണ്ടാക്കിയതാണ് എന്നാണ് ഇമാം ഫാക്കിഹാനി അതിന് മറുപടി നൽകുന്നത്. അസ്സുനനു വൽ മുബ്തദിയാത്ത് എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നു, വലൗ കാന ഫീ ഹാദാ ഖൈർ ഫകൈഫ യഫ്അലു അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വസായിരി സ്വഹാബ വത്താബിഈന വതാബിഈഹിം വല്ലഇമ്മ വത്തിബാഇഹിം. ഇതിലെങ്ങാനും പുണ്യമുണ്ടെങ്കിൽ പുണ്യങ്ങളിൽ മത്സരിച്ചിരുന്ന സ്വഹാബത്ത്, അബൂബക്കർ സിദ്ദീഖ് ഇത് എങ്ങനെയാണ് നടപ്പിലാക്കിയത്, ഉമർ ഖത്താബും മറ്റു സ്വഹാബത്തും എങ്ങനെയാണ് നടപ്പിലാക്കിയത്, അത് പുണ്യമുള്ള വിഷയമായിരുന്നെങ്കിൽ അവരായിരുന്നുവല്ലോ അതാദ്യം നടപ്പിലാക്കേണ്ടിയിരുന്നത് എന്ന്. അപ്പോ ഈ വഴികളിലൊന്നും നമുക്കത് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം പ്രവാചകനെ സ്നേഹിക്കേണ്ടതില്ല എന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു സംശയമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉദിച്ചാൽ നാം മുസ്ലിം അല്ല. അല്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എങ്ങനെ സ്നേഹിക്കണം? ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ദൈനംദിനം ആ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. വിശാലമായി പറയേണ്ട വിഷയത്തിന്റെ ചുരുക്കം ഭാഗങ്ങളിലൂടെ കടന്നു പോവുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇത് വിശാലമായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് നബിയെ ജീവിതത്തിലൂടെ സ്നേഹിക്കുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ ദീനിൽ, വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മതമായി ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും പാടുള്ളൂ. ആ അളവുകോൽ വെച്ചുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ അളന്നു നോക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇപ്പോൾ വിവരിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന ഒരുപാട് മൗലിദ് കിതാബുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ചെല്ലുന്ന മങ്കൂസ് മൗലീദ്, ബർസഞ്ചി മൗലീദ്, സുബ്ഹാന മൗലീദ്, ജാല മുഹമ്മദ് മൗലീദ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മൗലിദ് കിതാബുകൾ, അതിലൊക്കെ ഉള്ളടക്കങ്ങളിൽ പലതും ഒന്ന് തന്നെയാണുള്ളത്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആളുകൾ ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും ഒക്കെ മഹത്വത്തോടുകൂടി അതൊക്കെ ഭംഗിയായി ചന്ദനത്തിരി കത്തിച്ചൊക്കെ അവർ അതിനെ ആദരിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത് ആരാണ് രചിച്ചത് എന്ന് പോലും അറിയില്ല. ഒരു ഗ്രന്ഥരചയിതാവ്, മങ്കൂസ് മൗലീദ് ആരുണ്ടാക്കിയത്? ഏതോ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ആരാണ് ഉണ്ടാക്കിയത് എന്ന് പോലും അറിയാത്ത ഗ്രന്ഥമാണ് മങ്കൂസ് മൗലീദ്, ജാല മുഹമ്മദ് മൗലീദ്, സുബ്ഹാന മൗലീദ്. അങ്ങനെയുള്ള ഈ മൗലിദ് കിതാബുകളുടെ അവസ്ഥ തന്നെ അതാണ്. അതിൽ ഉള്ളടക്കം പരിശോധിച്ചാലോ ഖുർആനിൻ്റെ ഖണ്ഡനങ്ങളാണ്, പ്രവാചകചര്യയുടെ ഖണ്ഡനങ്ങളാണ് അതിലുള്ളത്. അല്ലാഹ് പറയുന്നു, ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ആ മൗലിദ് കിതാബുകൾ പറയുന്നതോ ആ പ്രവാചകനോടോ അല്ലെങ്കിൽ മറ്റ് മഹാന്മാരുടെ പേരിലാണെങ്കിൽ അവരോടോ ദുആ ചെയ്യുക. യാ സയ്യിദ സാദാതി ജിഇതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വരികൾ പ്രവാചകരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഖണ്ഡനങ്ങളും കള്ളക്കഥകളുമാണ് അതിലുള്ളത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അത് വായിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാം, ഖാലല്ലാഹു തആല എന്നൊക്കെ ചില പദങ്ങൾ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലി അലാ മുഹമ്മദ്, ചില പദങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണാം എന്നതല്ലാതെ അത് വായിച്ചു നോക്കിയാൽ ഒരു മുസ്ലിമിന് കാര്യം മനസ്സിലാക്കിയാൽ ഏതെങ്കിലും ഉസ്താദിൻ്റെ അടുത്ത്, ഉസ്താദെ എനിക്കൊന്ന് മൗലിദ് കിതാബ് ഒന്ന് മുഴുവനും ഒന്ന് നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരണോ എന്ന് പറഞ്ഞ് മൂപ്പരെ എടുത്ത് കുത്തിയിരുന്നിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അതിൻ്റെ അർത്ഥം മുഴുവൻ മൂപ്പരെ കൊണ്ട് പറയിച്ചു നോക്കിയാൽ മതി. എന്നാ മനസ്സിലാവും സ്വബോധമുള്ള മനുഷ്യന് ഇത് നിറച്ച് കള്ളക്കഥകളാണ്, നമുക്ക് പ്രമാണങ്ങളോട് യോജിക്കാത്ത കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഓതിവെച്ച ആയത്തിൽ നേരത്തെ പറഞ്ഞ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി ഭിന്നിച്ചു നിന്നാൽ, പ്രവാചകൻ പഠിപ്പിച്ച കാര്യത്തിനപ്പുറം അത് അംഗീകരിക്കാതെ അതിനപ്പുറം മറ്റു പലരും കേൾക്കുന്നതും പറയുന്നതും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതും മതമായിരിക്കും ഇതും മതമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു കളയും. ഇതന്നെ നല്ലത്, എന്ത് രസമുണ്ട് കാണാൻ, ഏതെല്ലാം പതാകകളാണ്, ജാതിയുടെ രൂപങ്ങൾ, അതുപോലെ പ്രകടനത്തിൻ്റെ രൂപങ്ങൾ, മുദ്രാവാക്യങ്ങളുടെ ഏകീകരണം, എന്താ രസം കാണാൻ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ അള്ളാഹ് മാറ്റിക്കളയും. പക്ഷെ അതിനുശേഷമോ വനുസ്ലീഹി ജഹന്നം, നരകത്തിലിട്ട് അവനെ കരിച്ചു കളയും നമ്മൾ. വസാഅത്ത് മസീറ, എത്ര മോശപ്പെട്ട മടക്ക സ്ഥലമാണത്. നാം ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്. ഇത് വാശിയുടെ വിഷയമല്ല, പരസ്പരം അങ്ങോട്ടും പോരടിക്കേണ്ടതല്ല. അള്ളാഹിൻ്റെ ദീനിൽപ്പെട്ടതാണെങ്കിൽ എല്ലാവർക്കും ചെയ്യണം, എല്ലാവർക്കും അതിൻ്റെ പുണ്യം കിട്ടണം. അതിന് ഒരു മുസ്ലിമിന് ഏതൊരു കാര്യത്തിനാണെങ്കിലും അതിന് പ്രമാണമുണ്ടോ എന്നതാണ്. ആ പ്രമാണമുണ്ടായിരിക്കണം. അങ്ങനെ ദീനിൻ്റെ ഓരോ വിഷയങ്ങളെയും നാം വിലയിരുത്തുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കുകയും അതിൻ്റെ അകക്കാമ്പ് ഉൾക്കൊള്ളുകയും പ്രവാചകൻ നിർദ്ദേശിച്ച രൂപത്തിൽ ഓരോ അമലുകളും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന
ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിലുടനീളം മരണം വരെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ചൊല്ലി ഈ ലോകത്തോട് വിട പറയുന്നതടക്കം മുത്തുനബിയെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.